ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോയാണ് വണ്ടി. അപ്പോൾ നമ്മളത് സർവീസ് വർക്കായിട്ടുണ്ട്, അതേപോലെ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, അതേപോലെ ചെയിൻ സ്പോക്കറ്റ് മാറാനൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ അതിക്ക് മുമ്പ് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷനിൽ ഫസ്റ്റ് ഒന്ന് വാട്ടർ സർവീസും കൂടാണ്, കാരണം അത്യാവശ്യം ഉള്ളിലൊക്കെ ചെളിയാണ്, നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യണം, അതിന് ശേഷം വർക്കിന് കയറ്റാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് പറയട്ടെ. അപ്പോൾ അയക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സൈഡിലൊക്കെ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എഞ്ചിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാനുണ്ട്. പിന്നെ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഇവിടെയും ഓയിൽ ലീക്കിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഫോർക്ക് ഹോൾസിൽ മാറ്റിയിട്ടാൽ മതി. ഇതിൻ്റെ നോക്കാം. എന്തായാലും നമുക്കിങ്ങനെ ഒരു ഓയിൽ ലീക്കിൻ്റെ പ്രസൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മളെന്തായാലും വാഷിങ്ങിന് വിടാണ്. വാഷിങ്ങിന് വിട്ട് കഴിഞ്ഞാൽ കഴുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിക്ക് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ. അപ്പോൾ വർക്ക് വാഷിങ് കഴിഞ്ഞിട്ടാണ് വർക്കിന് കയറുള്ളൂ. അപ്പോൾ വർക്കിന് കയറ്റി കഴിയുമ്പോൾ ബാക്കിയത്തെ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് കൂടി അടയാം. നമുക്കിനകത്ത് ആക്സിലേറ്ററിൻ്റെ കേബിള്, ക്ലച്ചിൻ്റെ കേബിള് അതൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ കാർബറേറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ വാഷിങ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ചെയിൻ്റെ ഭാഗം, ചെയിൻ സ്പോക്കറ്റൊക്കെ ഓൾറെഡി വലിഞ്ഞേങ്ങനാണ്. അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ വീലിൻ്റെ ഡാമ്പർ റബ്ബർ നമുക്ക് മാറ്റിയിടണം. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഉണ്ടല്ലോ, ഫുള്ള് തീർന്നായിരുന്നു. ഫുള്ള് തീർന്നിട്ടും ബ്രേക്ക് ക്യാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടിച്ചുകൊണ്ട് നടന്നത് സ്പ്രിങ് പൊട്ടി ഹബ്ബിൽ ചാടി. അതിൻ്റെ ഹബ്ബിൻ്റെ ഉള്ളിൽ വന്ന് സ്പ്രിങ് വീണിട്ടുള്ളൊരവസ്ഥയാണത്. ശരിക്കും നല്ല രീതിയിൽ ഡാമേജ് വന്നിട്ടുണ്ട്. ഹബ്ബിനകത്ത് നോക്കുമ്പോൾ ഹബ്ബിലൊരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, സ്പ്രിങ്ങിൻ്റെ ഒരു പീസൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഈ ലെയ്ത്തിൽ കൊടുത്തിട്ട് ഹബ്ബൊന്ന് പോളിഷ് ചെയ്തെങ്കിലും തൽക്കാലം ഒരു പോളിഷിങ് നടത്തിയിട്ടെങ്കിലും വണ്ടിമ്പോൾ കയറണം. കാരണം ഞാൻ അതല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഒരു ചതഞ്ഞ രീതിയിലായിരിക്കും ബ്രേക്കിൻ്റെ ഒരു ബ്രേക്ക് ചവിട്ടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ ഈ കാർബറേറ്റർ നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് കാർബറേറ്ററൊക്കെ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്ററിനകത്ത് ഈ നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാർബണിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സ്ലോ ജെറ്റൊക്കെ അത്യാവശ്യം ബ്ലോക്കാണ്. സ്ലോ ജെറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം സ്ലോ ജെറ്റ് നമുക്ക് മാറ്റിയിടാം. മെയിൻ ജെറ്റ് തന്നെ യൂസ് ചെയ്യാം, സ്ലോ ജെറ്റ് മാറ്റിയിടാം. പിന്നെ ഈ ഓവർഫ്ലോ നീഡിലിൻ്റെ ഈ ഭാഗത്തുണ്ടല്ലോ, ഈ കറക്റ്റ് ആ പോയിൻ്റ് വേണ്ട ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു സ്റ്റെപ്പ് പോലെയാണ് വന്നേക്കണേ. അപ്പോൾ അത് നിലവിൽ തേമാനം വന്നേക്കണത് ഈ യൂണിറ്റിൽ മാത്രമല്ല, ഇത് ഓവർഫ്ലോ നീഡിൽ ഫ്ലോട്ട് വാൽവ് എന്ന് പറയാം. അത് വന്ന് അടയുന്നത് ഈ ഹോളിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെയാണ് സംഭവിച്ചേക്കണേ. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഓവർഫ്ലോൻ്റെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഓവർഫ്ലോ കാണിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ എഞ്ചിൻ്റെ ഈ ഭാഗത്ത് ഒരു ഓയിൽ ലീക്കിൻ്റെ കേസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഓയിലുണ്ട്. അത് നമുക്കത് ഈ വീലുകളുടെ ഓയിൽ ഉള്ളിൽ വന്ന സീലുകൾ പോയണം, 2 സീലുണ്ട്, അത് നമുക്കൊന്ന് മാറ്റിയിടണം. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് കൂട്ടത്തിൽ ഒന്ന് അഴിക്കട്ടെ. അപ്പോൾ ബാക്ക് അഴിച്ചെടുക്കാൻ തന്നെ ഫ്രണ്ടും കൂടി ഒന്ന് അഴിച്ച് ക്ലീനിങ് നടത്തി റീസെറ്റ് ആക്കും. പിന്നെ ഫോർക്കിൻ്റെ അതിനകത്ത് നേരിയൊരു ലീക്കിൻ്റെ കേസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വാഷിങ്ങിന് മുമ്പായിട്ട്. പിന്നെ അതേപോലെ ഇവിടെ ഈ വൈസറിൻ്റെ ദീപമൊക്കെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട്. നിലവിൽ വേറെ പ്രശ്നം ഇവിടെ ഈ ഷെയ്ക്കിങ് ചെറുതായിട്ട് ഉണ്ടാവും. എന്തായാലും തൽക്കാലം ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇളക്കമില്ലാത്ത രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അത് അടിയിൽ നിന്ന് പൊട്ടിപ്പോയേക്കണം, ബേസാണ് പൊട്ടിയേക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പ്ലഗ് ഷോർട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലഗ് നമ്മൾ അഴിച്ച് മാറുന്നുണ്ട്. മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടിയിൽ എൻജിൻ ഓയിലിൻ്റെ അവസ്ഥയാണത്. ഈ ഒട്ടും ഓയിലായില്ല. ഇപ്പം നിലവിൽ ഒരു ചിലമ്പല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലഗൊക്കെ മാറ്റിയിട്ട് കാർബറേറ്റർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വണ്ടി സ്റ്റാർട്ടാവും, നമുക്ക് റെഡിയാക്കി എടുക്കാം. പക്ഷേ എന്ന് വെച്ചാൽ ഓയിൽ കത്തിപ്പോവും, പുകയുടെ പ്രശ്നം ഉണ്ടാവും വണ്ടിക്ക്. കാരണം എന്താ വെച്ചാൽ ഇത്രയും ലെവൽ ഓയിൽ കുറഞ്ഞു കൂടുമ്പോൾ സിലിണ്ടർ പിസ്റ്റൺ എന്തായാലും തേയ്മാനം വന്നിട്ടുണ്ടാവും. അപ്പോൾ തൽക്കാലം ഓയിലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓയിൽ ലെവൽ കുറഞ്ഞു പോകുമ്പോൾ നമുക്കൊന്ന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. പുകയുടെ പ്രശ്നം കാര്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടി വരും. എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അത് പരമാവധി ഉപയോഗിച്ചതിന് ശേഷം നോക്കാം. അത്യാവശ്യമാണ്, പുകയുടെ പ്രോബ്ലം കാണിക്കുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ട്. ബാറ്ററി 2018 മോഡൽ ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കണം. 5 ആംപിയറിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ടിൻ്റെ. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററിയുടെ വോൾട്ട് നോക്കുമ്പോൾ 11.97 ആ റേഞ്ചൊക്കെ വന്നുള്ളൂ. വോൾട്ട് കുറവ് കാണിക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്താലും ഓൾറെഡി നമുക്ക് അതിനകത്ത് കാണിക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് ആയിട്ട് പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫുൾ ചാർജ് ചെയ്ത് നോക്കാം. 2018 ബാറ്ററി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധ്യത കിട്ടാൻ സാധ്യത കുറവാണ്. എന്നാലൊന്ന് ചാർജിൽ ഇട്ട് നോക്കാമെന്ന് മാത്രം കേട്ടോ, പ്രതീക്ഷയൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വണ്ടിയിൽ ഓയിലുണ്ടായില്ല, ഓയിലിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, വണ്ടിക്ക് പുകയുണ്ടാവും. അത് നമുക്കിപ്പോൾ നല്ല സർവീസ് ചെയ്തതുകൊണ്ട് ആ കംപ്ലയിൻറ്റ് മാറാൻ പോകുന്നില്ല. കൂടുതലായിട്ട് പുകയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമാണ് നോക്കണേ.
ആ സിലിണ്ടർ ഹെഡ് മാത്രമായിട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഫുൾ സെറ്റായിട്ട് ചെയ്യണതായിരിക്കും. കാരണം എഞ്ചിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ വാട്ടർ സർവീസ് ചെയ്തിട്ട് കയറ്റിയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ചേസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ടച്ച് ചെയ്യേണ്ടതാണ്. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കയറ്റാം. എന്തായാലും വണ്ടി നാളത്തേക്ക് ആവുള്ളൂ. അപ്പോൾ കാരണം ഹബ്ബ് ലേറ്റിലൊന്ന് കൊടുത്തിട്ട് ക്ലിയർ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. ഓക്കെ.